അതെ, ഇതിപ്പോൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ എനിക്കുള്ളതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവളിരിക്കുന്നത്. ചെരുപ്പ് ഇടേണ്ടതാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, അത് ഇടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ വെൽക്കം ടു അവർ അൺബോക്സിങ് വീഡിയോ. ഞങ്ങളുടെ ഗിഫ്റ്റ് മൊത്തം, അതായത് ബർത്ത്ഡേയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളുടെ ഗിഫ്റ്റ് കിട്ടിയത്, ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് മൊത്തം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആൾക്കതൊന്നും മനസ്സിലാവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടിയ ചെരുപ്പ്, പുറത്തുണ്ടായിരുന്ന ചെരുപ്പിനെ മൊത്തം ഇങ്ങനെ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു റൂമിൽ ഗിഫ്റ്റ് മൊത്തം കൊണ്ടുവന്ന് വെച്ചു. പാർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനാണ് കൂടുതൽ എക്സൈറ്റഡ്. ഞാനാണ് എല്ലാം അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും തുറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിരിക്കുന്നത്. അവൻ വരെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താ എക്സൈറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റഡ് ആണ് ഗിഫ്റ്റ് കിട്ടുമ്പോഴൊക്കെ. അവൻ്റെ എല്ലാ ബർത്ത്ഡേക്കുള്ള വീഡിയോസും ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്താണെന്നറിയോ, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് ഫുള്ള് കിട്ടിയിരുന്നത്, ഞങ്ങൾ ഇതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ. അവന് കിട്ടിയത് ഫുള്ള് ടോയ്സ് ആയിരുന്നു. ഇവൾക്ക് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഡ്രസ്സ് ഒരു ബീറോ ഫുള്ള് ഡ്രസ്സാണ് അവൾക്ക് കിട്ടിയത്. അതൊക്കെ ഓപ്പൺ ചെയ്തെടുക്കാൻ ആൾ ഫുള്ള് റെഡിയായിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ശരി അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്തതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, നല്ല ഡെയിലി വെയർ ഡ്രസ്സുകളുണ്ട്. പിന്നെ ഈ ഉടുപ്പൊക്കെ എല്ലാവരും, പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് പലർക്കും ഉണ്ടാവും, ഉടുപ്പ് പെട്ടെന്ന് കുട്ടികൾ വലുതാവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതെടുക്കാന്നുള്ള രീതിയിൽ വലുതും ചെറുതും ഇപ്പോൾ ഇടാൻ പറ്റുന്നത് രീതിയിലുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് വന്നത് തന്നെ. എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരു ഹാങ്ങർ സെറ്റ് തന്നെ വാങ്ങിച്ചു ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നേരത്തെ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരാളെ നോക്കിയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ 2 പേരെ നോക്കേണ്ട അവസ്ഥയായി. അയ്യോ, ഇതൊക്കെ 5 വയസ്സിലിടാ. നോക്ക്, അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്നും അൺബോക്സ് ചെയ്യണ്ട, ഫുള്ള് കവറിലാണ് കളി. നന്നായില്ലേ? ബോക്സും ഈ ഡ്രസ്സും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോഫ്റ്റ് ടോയ് ആണത്, കണ്ടറിയാം. ആർക്കും ഒരു സോഫ്റ്റ് ടോയ് കൊടുത്ത് ഒരു സോഫ്റ്റ് ടോയ് തിരിച്ചു കിട്ടി. പെൺകുട്ടികളായ ഡ്രസ്സ് സോഫ്റ്റ് ടോയ്. ഒട്ടകമല്ല, ആട്, ഷീപ്പ്. നോക്കട്ടെ. അതന്നെ, ഇതും അത് സോഫ്റ്റ് ടോയ് തന്നെ, കണ്ടറിയാം അല്ലേ? ടോയ്സ് ഒക്കെ വന്നപ്പോഴാണ് അവളൊന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത് തന്നെ. കുറച്ച് ടോയ്സേ പക്ഷെ കിട്ടിയുള്ളൂ. അല്ല, കാറ്റ്കസ്. നന്നായി, നീ യൂസ് ചെയ്തോ, ബട്ട് യു ഹാവ് ടു കീപ് ഇറ്റ് വെരി കെയർഫുൾ. കണ്ട, അതിൽ തന്നെ തിരിച്ചൊക്കെ വെക്കണം. എണ്ണം ഉണ്ടാവും, നോക്ക്, 26 പീസസ്. നൈസ്, നന്നായിട്ടല്ലേ? ഓണം സെലിബ്രേഷൻ ഒക്കെ ഇടാം. സത്യം പറയാലോ, ഒരു 25 ഗിഫ്റ്റ് വന്നതിൽ ഒരു 15 ഡ്രസ്സെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അത്രയും ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ. ഇനി ഒരു പണ്ടാരോ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തിന് ഡ്രസ്സ് എടുക്കണ്ടെന്ന് തോന്നും, അത്രയും ഡ്രസ്സുകളുണ്ട് അവൾക്കിപ്പോൾ. സോ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾക്ക്. ഓക്കെ. പക്ഷെ ഇങ്ങനെ വലുതായിരുന്നില്ല അത്. നോക്കട്ടെ, ഡക്ക് പാരഡൈസ്. എന്താ സംഭവം? രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. എന്തത്?
ആസ് യൂഷ്വൽ ഇതിനിടയിൽ ഡ്രാമ ഉണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് റാപ്പ് പൊളിക്കുന്നത് ഞാൻ തന്നെയാണ്. പൊളിച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു തരം ഡ്രാമയൊക്കെ ഉണ്ടാവുമല്ലോ, നേരത്തെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്യൂട്ടായിട്ട് എല്ലാം പൊളിച്ചു വെച്ചു. ഡ്രസ്സായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് തീർന്നു കേട്ടോ. ഡ്രസ്സായിരിക്കും. ഞങ്ങളുടെ കളിയിൽ ഭയങ്കര ബിസിയാണ്. നിങ്ങൾ അൺബോക്സ് ചെയ്ത് ഈ പേപ്പറുകളൊക്കെ താഴെയിട്ട് തരൂ, ഞാൻ ഇതിനെ അറിഞ്ഞം പറഞ്ഞു വെക്കാം. ഒരുപാട് വേഗത്തിൽ അൺബോക്സ് ചെയ്ത് തീർന്നു കേട്ടോ. മെയിൻ കാരണം ഇത് തന്നെയാണ്, ഫ്രോക്സ് ആയതുകൊണ്ട്. താഴെ എൻ്റെ ഗിഫ്റ്റിനേതറല്ലേ മേത്ത് തട്ടണ്ടല്ലേ. ഈ പെൺകുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സോഫ്റ്റ് ടോയും ഉടുപ്പുകളിലേക്ക് തന്നെ ബർത്ത്ഡേക്ക് പോവുള്ളൂ. അത് ചുമ്മാ അല്ലേ, ഷോ അല്ലേ? ബാറ്ററി മ്യൂസിക് വല്ലതൊക്കെ ഉണ്ടോ? അതോ ചുമ്മാ ഷോ മാത്രം? അങ്ങനെ ഞങ്ങൾ ഫൈനലി അൺബോക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഉടുപ്പായതുകൊണ്ട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. സോ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.